ഇത് നമ്മുടെ സ്വന്തം തേരാ സിറ്റി സെൻ്റർ ഓണം റിലീസുകൾ പ്രമാണിച്ചിറങ്ങിയ 2 പടങ്ങൾ ഹൃദയപൂർവ്വവും ലോക്കയും രണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ രാവിലെ 10 മണിക്കാണ് ഹൃദയപൂർവ്വം കണ്ടു തുടങ്ങിയത്. ടച്ചിൽ കടക്ക് ഇമ്പ്രസീവായിരുന്നു. ഇഷ്ടമായി. ഞാൻ മോഹൻലാലിൻ്റെ ഇങ്ങനത്തെ ടച്ചിൽ കട മുന്നേ കണ്ടിട്ടില്ല തിയേറ്ററിൽ വെച്ചിട്ട്. പടം നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു. ആദ്യത്തെ 1.5 അവർ നല്ല എൻജോയ് ആയിരുന്നു. ഫുൾ കോമഡി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സംഗീതും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ലോണം വർക്കൗട്ടായി. പടം ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ട അത്രയും എൻജോയ്മെൻറ്റ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് കിട്ടിയില്ല. അതിൽ തന്നെ കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അനാവശ്യമായ കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ക്ലൈമാക്സിലും അതിലൊരാൾ വരുന്നുണ്ട്. വലിയൊരു എഫക്റ്റ് പടത്തിന് തരാൻ സഹായിച്ചില്ല. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പടം ഫസ്റ്റ് ഹാഫ് അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ലാഭമായിരുന്നു തോന്നിച്ചൊരു പടമായിരുന്നു. സാധാ സത്യനേക്കാട്ട് പടങ്ങൾ പോലെ തന്നെ ഇതിലും സെക്കൻഡ് ഹാഫിൽ ഫീലിംഗ് ഇമോഷൻസ് വെച്ച് ചെയ്യാൻ നോക്കിയതാണ്. എനിക്ക് അതത്ര ദഹിച്ചില്ല. പിന്നെ കയറിയത് ലോക എന്ന പടത്തിനാണ്. നല്ലൊരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇതിലും നല്ലോണം മികച്ചു നിന്നൊരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു ഈ പടത്തിലും. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അത്രയും ഇല്ലെങ്കിലും ടെക്നിക്കൽ വൈസും ഫ്രെയിം വൈസും എല്ലാം മികച്ചു നിന്നൊരു ക്വാളിറ്റി ഉള്ളൊരു മലയാള പടമാണ്. എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഐ ഡോണ്ട് നോ ഹൂ ഈസ് ദ ക്യാമറമാൻ, അതും അടിപൊളിയായിരുന്നു. എല്ലാ ഫ്രെയിമും വർത്തായിരുന്നു. ഇതിൻ്റെ ചാപ്റ്റേഴ്സ് ഇനിയും ഒരുപാട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. കണ്ടുമടുത്ത കുറേ പഴയ കഥകൾ കേട്ട കുറേ കഥാപാത്രങ്ങൾ പുതിയ രീതിയിൽ അവതരിക്കുന്നുണ്ട്. കുറേ ക്യാരക്ടേഴ്സും വന്നു പോകുന്നുണ്ട്. സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. കാത്തിരിക്കുന്നു ലോകയുടെ ബാക്കി ചാപ്റ്റേഴ്സിനായിട്ട്. എടുത്തു പറയേണ്ട പെർഫോമൻസ് കല്യാണി പ്രദേശനും നസ്രനും എല്ലാം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു.